ബംഗ്ലാദേശ് ആഭ്യന്തരമായി തകരുകയാണോ? സ്കൂളുകളും കോളേജുകളും ഷട്ട് ഡൗൺ ചെയ്യുന്നു. ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഇല്ലാതെയാക്കുന്നു. കുട്ടികളെ പൊതുനിരത്തിൽ വളരെയധികം ഹീനമായി മർദ്ദിക്കുന്നു. പോലീസ് ഓഫീസേഴ്സും മിലിറ്ററി കമാൻഡേഴ്സും വളരെയധികം വയലൻസാണ് തെരുവിൽ കാണിക്കുന്നത്. ഇതെല്ലാം എന്തിനാണ്? ഷെയ്ഖ് ഹസീന എന്ന പ്രധാനമന്ത്രി ഈ ഒരു രാജ്യത്തെ ഡിക്റ്റേറ്റർഷിപ്പിന് അണ്ടറിൽ കൊണ്ടുവരാനാണോ ആഗ്രഹിക്കുന്നത്? ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചെയ്യുന്നത് യുക്തിസഹജമാണോ? ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ഒരു ഇരുണ്ട അധ്യായമാണ് രചിക്കുന്നത്. തികച്ചും യുക്തിസഹജമല്ലാത്ത മനുഷ്യഹത്യ. സമാധാനപരമായി നടന്ന ഒരു പ്രൊട്ടസ്റ്റ് ഇന്ന് ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കറുത്ത അധ്യായമായി മാറി. എന്നാൽ ഇതിൻ്റെ എല്ലാം ആരംഭം എവിടെ നിന്നായിരുന്നു? ഗവൺമെൻറ് ക്വാട്ട സിസ്റ്റം. ഇതിനെതിരായാണ് ഈ പ്രൊട്ടസ്റ്റുകൾ ആദ്യമായി ആരംഭിക്കുന്നത്. 56% ബംഗ്ലാദേശിലും ഗവൺമെൻറ് ജോബുകളുടെ സീറ്റുകളിൽ റിസർവേഷനുണ്ട്. അവശേഷിക്കുന്ന 44% മാത്രമാണ് മെറിറ്റ് സീറ്റുകളെന്ന് പറയാൻ കഴിയുക. ഇന്ത്യയിൽ നിന്നും വിഭിന്നമായി ഇവിടെ മജോറിറ്റി റിസർവേഷൻ എന്നത് ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ന കാറ്റഗറിക്കാണ്. ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കാൻ നമുക്ക് ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തെ ഒന്ന് പരിശോധിക്കാം. നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ബംഗ്ലാദേശ് ഒരു പാകിസ്ഥാൻ ഭാഗമായിരുന്നു. ഈസ്റ്റ് പാകിസ്ഥാൻ എന്നായിരുന്നു അന്ന് ബംഗ്ലാദേശിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ കറണ്ട് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിന് വളരെയധികം ഡിസ്ക്രിമിനേഷൻസ് അന്ന് ഫേസ് ചെയ്യേണ്ടതായി വന്നു. ഇവരുടെ 10% പോപ്പുലേഷൻ മാത്രമായിരുന്നു ഉറുദു സംസാരിച്ചു കൊണ്ടിരുന്നത്. എങ്കിലും നിർബന്ധപൂർവമായി ഇവരുടെ ദേഹത്തേക്ക് ഈ ഭാഷ അടിച്ചേൽപ്പിച്ചു. കൂടാതെ 59% എക്സ്പോർട്ട് നടന്നിട്ടുണ്ടെങ്കിലും 25-ലും താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമായിരുന്നു ഈ ഒരു പ്രദേശത്ത് നടത്തിയിരുന്നത്. പിന്നീട് 1970-ൽ ഭോല സൈക്ലോൺ മൂലം ഏകദേശം 3 ലക്ഷത്തിലുമധികം ആളുകൾ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ഇന്നത്തെ കറണ്ട് പാകിസ്ഥാനിൽ നിന്നും യാതൊരു സഹായവും ഇവർക്കന്ന് ലഭിച്ചില്ല. 1970-ലെ ജനറൽ ഇലക്ഷനിൽ ഈസ്റ്റ് പാകിസ്ഥാന് 162 സീറ്റും വെസ്റ്റ് പാകിസ്ഥാന് 138 സീറ്റുകളുമാണ് ലഭിച്ചത്. എന്നാൽ ഇതിൽ ഡോമിനൻസിൽ വരുന്നത് അവാമി ലീഗാണ്. ഈസ്റ്റ് പാകിസ്ഥാനിൽ ഇവർക്കാണ് മജോറിറ്റി വോട്ടുകളും ലഭിച്ചത്. അതിനർത്ഥം 2 പ്രദേശങ്ങളിലും അധികാരം കയ്യേറുക ഇവരായിരുന്നു. എന്നാൽ വെസ്റ്റ് പാകിസ്ഥാനിലെ കമാൻഡർ ഇൻ ചീഫായ യഹിയ ഖാന് ഇതിനോട് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം മാർഷൽ ലോ ഈസ്റ്റ് പാകിസ്ഥാനിൽ എൻഫോഴ്സ് ചെയ്യുകയും കൂടാതെ ഇലക്ഷനെ ഡിസ്ക്വാളിഫൈ ചെയ്യുകയും ചെയ്തു. ഈ ഒരു അനീതിക്കെതിരായി ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഈസ്റ്റ് പാകിസ്ഥാനിൽ ഒരു നിസ്സഹകരണ പ്രസ്ഥാനം സ്ഥാപിച്ചു. എന്നാൽ വെസ്റ്റ് പാകിസ്ഥാൻ സൈന്യം ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങളെയും റൂളേഴ്സിനെയും വളരെ മൃഗീയമായി പീഡിപ്പിക്കുകയും തുറുങ്കിലടയ്ക്കുകയും ചെയ്തു. 1971-ൽ പിന്നീട് ബംഗ്ലാദേശ് ലിബറേഷൻ വാർ ആരംഭിക്കുന്നു. 1 കോടിയിലധികം ആളുകൾ റെഫ്യൂജീസായി മാറുന്നു. 50,000-ത്തിലധികം ആളുകൾ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളാൽ മരണപ്പെടുന്നു. ഇന്ത്യയുടെ സഹായത്തോടെ ഏറ്റവും അവസാനം ബംഗ്ലാദേശ് എന്ന ഒരു രാജ്യം പാകിസ്ഥാനിൽ നിന്നും വിഭജിച്ച് നിലവിൽ വരുന്നു. ഇനിയാണ് യഥാർത്ഥ പ്രശ്നം ആരംഭിക്കുന്നത്. ക്വാട്ട സിസ്റ്റത്തിൽ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കുട്ടികൾക്കും അവരുടെ കുട്ടികൾക്കും 30%-ലധികം റിസർവേഷൻ നൽകുന്നു. ഇതുകൂടാതെ സ്ത്രീകൾക്ക് 10%, പിന്നോക്ക ജില്ലകളിലുള്ളവർക്ക് 10%, കൂടാതെ മൈനോറിറ്റിക്ക് 5%, ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവർക്ക് 1% റിസർവേഷൻ ഗവൺമെൻറ് നൽകുന്നു. പ്രൊട്ടസ്റ്റേഴ്സ് ഒരിക്കലും റിസർവേഷനെതിരല്ല, മറിച്ച് 30% ഫ്രീഡം ഫൈറ്റേഴ്സ് റിസർവേഷൻ എന്ന ഈ കാറ്റഗറിക്കെതിരായിട്ടാണ് അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൽ റീഫോംസ് കൊണ്ടുവരിക. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് അടുത്തതായി ഈ ക്വാട്ട സിസ്റ്റത്തിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. 1972-ൽ ആദ്യമായാണ് ക്വാട്ട സിസ്റ്റം ബംഗ്ലാദേശിൽ വരുന്നത്. ആരൊക്കെയാണോ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ടത്, സ്വന്തം ജീവൻ റിസ്കിലാക്കിയത്, അവർക്ക് ഗവൺമെൻറ് ജോബുകളിൽ 30% റിസർവേഷൻ നൽകുന്നു. എന്നാൽ 1997-ൽ ഈ ഒരു ആനുകൂല്യം അവരുടെ കുട്ടികളുടെ കുട്ടികൾക്കും പിന്നീട് 2010-ൽ അവരുടെ കുട്ടികൾക്കും ലഭിക്കുമെന്ന ഓർഡർ വരുന്നു. 2010-ലെ ഈ ക്വാട്ട ഗ്രാൻഡ് ചിൽഡ്രൻ റിസർവേഷനെതിരായി 2013-ൽ വളരെ വലിയ പ്രക്ഷോഭങ്ങൾ ബംഗ്ലാദേശിൽ നടന്നു. ഇന്ത്യയിലെ UPSC എന്നതുപോലെ തന്നെ ബംഗ്ലാദേശിലും BPSC ഉണ്ട്, ബംഗ്ലാദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ. പ്രതിവർഷം 4 ലക്ഷത്തിലുമധികം കുട്ടികളാണ് ഈ 3000 വരുന്ന സീറ്റുകൾക്ക് വേണ്ടി എക്സാംസ് എഴുതുന്നത്. പിന്നീട് 2018-ൽ ഈ കോട്ടകളിൽ തന്നെ റീഫോംസ് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. ഈ ഒരു സമയത്ത് പ്രിവിലേജ്ഡ് ക്ലാസും സാധാരണക്കാരും തമ്മിൽ ഒരു ചെറിയ ക്ലാഷും ആ സമയത്ത് അരങ്ങേറിയിരുന്നു. പിന്നീട് 2018-ൽ മറ്റൊരു സർക്കുലർ പുറത്തിറങ്ങുന്നു. ഫസ്റ്റ് ക്ലാസും സെക്കൻഡ് ക്ലാസ്സുമായിട്ടുള്ള ജോലികൾക്ക് ഈ ഒരു റിസർവേഷൻ ബാധകമായിരിക്കുകയില്ല. എന്നാൽ പിന്നീട് 2021-ൽ 7 ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ കുട്ടികൾ ക്വാട്ട സിസ്റ്റത്തെ തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുകയുണ്ടായി. ജൂൺ 4, 2024-ൽ ഹൈക്കോടതി വിധി വരുന്നു. ഇതുപ്രകാരം ക്വാട്ട സിസ്റ്റം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ പൊതുനിരത്തിൽ കുട്ടികൾ ഈ ഒരു വിധിക്കെതിരായി പ്രൊട്ടസ്റ്റ് നടത്തുന്നു.
നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഗ്രാൻഡ് പേരൻസ് ഫ്രീഡം ഫൈറ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ചിൽഡ്രൻസിനും ഇത് റിസർവേഷൻ നൽകണം. അവരുടെ സമയത്ത് അവർ സ്വന്തം ജീവൻ റിസ്കിൽ വെച്ചാണ് ഈ ഒരു രാജ്യത്തിന് ഇന്ന് ഇൻഡിപെൻഡൻസ് മേടിച്ചു കൊടുത്തത്. അവർക്ക് റിസർവേഷൻ കൊടുക്കുന്നത് തികച്ചും ശരിയാണ്. എന്നാൽ ഗ്രാൻഡ് ചിൽഡ്രൻസിനും ഇതേ റിസർവേഷൻ കൊടുക്കുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയുകയില്ല. ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതിനുശേഷം ഹൈക്കോടതി വിധിയെ സുപ്രീം കോടതി വിധി ബ്ലോക്ക് ചെയ്യുന്നു. കൂടാതെ ഗവൺമെൻറ് ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ് എന്ന് പറയുന്നവരുടെ ക്രെഡിബിലിറ്റിയും ഇന്നേ വരെ ചെക്ക് ചെയ്തിട്ടുമില്ല. ആരാണ് യഥാർത്ഥ ഫ്രീഡം ഫൈറ്റർ? ഒരു യുദ്ധമുണ്ടായാൽ സ്വന്തം രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു ഫ്രീഡം ഫൈറ്ററാണ്. ഈ ഒരു സമയത്ത് എങ്ങനെ അവാമി ലീഗ് എന്ന ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി തീരുമാനിക്കും ഈ ഒരു വ്യക്തിയാണ് ഫ്രീഡം ഫൈറ്റർ, ആ ഒരു വ്യക്തിയാണ് ഫ്രീഡം ഫൈറ്റർ എന്ന്? തികച്ചും ഈ ഒരു വ്യവസ്ഥ തെറ്റാണ്. പ്രൊട്ടസ്റ്റേഴ്സായ സ്റ്റുഡൻസിന് നേരെ അതിക്രമണം നടത്തരുതെന്ന് ബംഗ്ലാദേശ് ഗവൺമെൻറ്റിനോട് UN വരെ പറഞ്ഞിരുന്നു. എന്നിട്ടും അവിടെ അതിക്രമണം നടന്നു. കൂടാതെ പ്രധാനമന്ത്രി അവരുടെ പാർട്ടിയിൽ നിന്ന് സംഭവിച്ച ഈ ഒരു വയലൻസിനെതിരായി യാതൊന്നും ഇതേവരെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ കുട്ടികളെ റസാക്കേഴ്സ് എന്നാണ് അവർ അഭിസംബോധന ചെയ്യുന്നത്. ന്യായമായ ഒരു കാര്യത്തിനു വേണ്ടി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഇവരെ തികച്ചും ആൻറ്റി നാഷണലായിട്ടാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടി കാണുന്നത്. റസാക്കേഴ്സ് എന്ന പദത്തിൻ്റെ അർത്ഥം വോളണ്ടിയർ എന്നാണ്. അതായത് ഈസ്റ്റും വെസ്റ്റ് പാകിസ്ഥാനും ഉണ്ടായിരുന്ന സമയത്ത് ബംഗ്ലാദേശിനെതിരായി പ്രവർത്തിച്ച ബംഗ്ലാദേശിലെ തന്നെ ആളുകൾ, അതായത് വെസ്റ്റ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തവർ. ഇത് ഏകദേശം 50,000-ലും അധികം ആളുകളുണ്ടായിരുന്നു, ഡയറക്റ്റും ഇൻഡയറക്റ്റുമായി വെസ്റ്റ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തവർ. 1973 ബംഗ്ലാദേശിൽ ഒരു ഗവൺമെൻറ് ഫോം ആവുമ്പോൾ ഇവരെ കണ്ടെത്താനുള്ള ആക്ടുകളും പാസ്സാക്കുന്നു. ഇതിൽ 37,000-ലും അധികം ആളുകളെ കണ്ടെത്തി 26,000 പേർക്ക് മാപ്പ് നൽകുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയുടെ അഭിപ്രായത്തിൽ ഏതെല്ലാം കുട്ടികളാണോ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത് അവർ ആൻറ്റി നാഷണലാണ്, അവർ ഫ്രീഡം ഫൈറ്റേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയെങ്കിൽ 2018 ഇതേ റിസർവേഷൻ നിങ്ങളുടെ ഗവൺമെൻറ് തന്നെ മാറ്റിയതല്ലേ? 15 വർഷം തുടർച്ചയായി നിങ്ങൾ തന്നെ ഈ ഒരു രാജ്യം ഭരിച്ചു. നിങ്ങളെ ജയിപ്പിച്ചു വിട്ടവരെ ഇന്ന് നിങ്ങൾ ആൻറ്റി നാഷണൽ എന്ന് വിളിക്കുന്നു. ഇതിനെയല്ലേ യഥാർത്ഥ സ്വേച്ഛാധിപത്യം എന്ന് വിളിക്കുന്നത്? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ബംഗ്ലാദേശിൽ അൺഎംപ്ലോയ്മെൻറ്റ് മൂലമാണ് ഈ ഒരു പ്രശ്നമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, കൂടാതെ റിസർവേഷനിൽ വേണ്ടത്ര റിഫോംസ് കൊണ്ടുവരിക. എങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാകൂ. അല്ലാതെ കുട്ടികളെ ആൻറ്റി നാഷണലാക്കി മുദ്ര കുത്താതിരിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെറിയ തോതിലെങ്കിലും ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യുക. പരമാവധി കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.